വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ എൻ്റെ മക്കളൊന്ന് ലാസ്റ്റ് വരെ കാണാം. ഓക്കെ, സോ ഫസ്റ്റ് എൻ്റെ മിസ്സിനെ ചോദിക്കാനുള്ളത് പഠിച്ച് എവിടെ വരെ എത്തി. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഏറിപ്പോയാൽ ഒരു 20 ദിവസമാണ്, ഏറിപ്പോയാൽ മാക്സിമം നമ്മളെ മുന്നിലുള്ള ജസ്റ്റ് ഒരു 20 days ആണ്. ആ ഒരു 20 daysനുള്ളിൽ നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ തന്നെ ആലോചിക്കുക. സോ ഇതുവരെ നിങ്ങൾ എവിടെ വരെ എത്തി പഠിച്ചിട്ട് എന്നുള്ളത് ഔട്ട് ഓഫ് 10 നിങ്ങൾ എത്ര റേറ്റ് ചെയ്യുന്നു എന്നൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 8, 9, 10 ഒക്കെ ഇടാം. അതല്ല ഒരു ആവറേജ് പഠിത്തമാണെങ്കിൽ 5, 6, 7 ഇടാം. ഇനി 5ൻ്റെ താഴേക്കാണെങ്കിൽ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരിടാം. അപ്പോൾ ഈ ഒന്നും പഠിച്ചിട്ടില്ലാത്തവരോടും ആവറേജ് ആയിട്ട് പഠിച്ചവരോടും എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഇനി വെറും കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലം 8ാം ക്ലാസ്സിൽ എഴുതിയ പോലെ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചെഴുതാം എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഈ വർഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിൽ എൻറ്റയർ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. 8ാം ക്ലാസ്സിൽ വളരെ ബേസിക് ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഇപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും. അതേപോലെ ഒരു മാറ്റം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാം. നമ്മുടെ അടുത്ത് ആകെയുള്ളത് കഴിഞ്ഞ ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഫോർ എക്സാമ്പിൾ മിസ് ഇവിടെ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ കൊല്ലം നിങ്ങൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ 3 പാർട്ടായിട്ടാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിട്ടുള്ളൂ. അതും വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഒരു തവണ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് വായിച്ചു പോയാൽ സുഖമായിട്ട് എഴുതാം അല്ലേ. ഒരേ പാറ്റേണിലാണ് നമുക്ക് ചോദ്യമൊക്കെ വന്നിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം ആൻഡ് ലാസ്റ്റ് ടേം ക്വസ്റ്റ്യൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. ഓക്കെ, നോക്കിയേ, ഇത് ആദ്യം കണ്ടോ, 5 എണ്ണം 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ആ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയേ, അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഗിവ് റീസൺ. ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കിയിട്ട് അത് എന്തുകൊണ്ട് എന്ന് നമ്മൾ എഴുതണം എന്നുള്ള രീതിക്ക് വന്നിട്ടുണ്ട്. നോക്കിയേ, ഫ്ലോ ചാർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻ നമുക്ക് സ്ഥിരം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇതാ നോക്കിയേ, അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ഐഡൻറ്റിഫൈ ദ പാർട്ട്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ ഫ്രം ദ ഫോളോയിങ്. ഇതിനകത്ത് നിന്ന് ലിവറിൻ്റെ ഫംഗ്ഷൻ ഏതാണ്? ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഇവിടെ നമുക്ക് ഈ ഒരു പോർഷനൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടുന്നു. ഓക്കെ, റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് ദ ഗിവൺ പാർട്ട് ഇൻ ദ പ്രോസസ് ഓഫ് സ്വോളോയിങ്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് എപ്പിഗ്ലോട്ടിസും അതേപോലെ യുവിളിയാണ്, ചെറുനാക്ക്. ഓക്കെ, അതിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ശ്രദ്ധിക്കോ? ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളാണ് പഠിക്കുക അല്ലേ. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കോ? ഇല്ല. അങ്ങനെയുള്ള നൂക്ക് ആൻഡ് കോർണർ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഓണം എക്സാമിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഹോളിൽ പോയിട്ട് അട്ടം നോക്കിയിരിക്കാം. ഓക്കെ, റെഡി? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ കറക്റ്റായിട്ട് ചാപ്റ്ററിന് ആകെ 2 ചാപ്റ്ററാണ് ഇപ്പോൾ ബയോളജിയൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. സോ അതുകൊണ്ട് ആ കുറച്ച് ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, എവ്രി നൂക്ക് ആൻഡ് കോർണർ എവിടെ നിന്ന് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിക്ക് ചെയ്യണം. അതിനെന്ത് വേണം? നല്ലപോലെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, സോ നിങ്ങൾക്ക് ഡെയിലി ക്വസ്റ്റ്യൻസും സ്റ്റഡി മെറ്റീരിയൽസും ഇതേപോലെ PYQs അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളെ എക്സാമിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും കിട്ടാൻ വേണ്ടി താഴെ ഒരു ലിങ്ക് കാണാം. ആ ഒരു ലിങ്കിൽ കയറുക, നിങ്ങൾക്ക് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ആൻഡ് അതേപോലെ നമ്മളുടെ ക്ലാസ് 9ൻ്റെ വാട്സാപ്പ് ചാനലിലും ജോയിൻ ചെയ്യാം. ആൻഡ് ഈ ഒരു ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് അതിൽ ജോയിൻ ചെയ്താൽ മതി. വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലും അതേപോലെ വാട്സാപ്പ് ചാനലിലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ നമ്മളുടെ സൂപ്പർ ബാച്ചിൽ ഓൾറെഡി ഒരുപാട് മക്കളുണ്ട്. സോ സൂപ്പർ ബാച്ചിലുള്ളവർ ഒരു ഫയർ ഇമോജി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ സൂപ്പർ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പറയുന്ന PYQs ആയിക്കോട്ടെ, നമ്മളെ ചാപ്റ്റർ ആയിക്കോട്ടെ, ഇതൊക്കെ ഫുൾ എക്സ്പ്ലെയിൻഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഒന്നും നിങ്ങൾ സംശയിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അത്ര അടിപൊളി ക്ലാസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, ജോയിൻ ചെയ്യുക. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം, നമ്മുടെ എജുപോർട്ടിൻ്റെ ആപ്പിൽ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാ സബ്ജക്റ്റിനും ഫ്രീ ആണ്. അതായത് നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യേ വേണ്ട, ജസ്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എജുപോർട്ടിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളെ നമ്പർ കൊടുക്കുക, OTP വരും, സൈനപ്പ് കൊടുക്കുക. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ഒന്നും ജോയിൻ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്റർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാകും. അത് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുക. ആ ഒരു ക്വാളിറ്റി കണ്ട് നിങ്ങൾ എന്തായാലും സൂപ്പർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യും. അതാണ് അതിൻ്റെ ഒരു ഇത്. ഓക്കെ, റെഡി? അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ഇനി പഠിക്കാൻ തുടങ്ങും. ഇനി അങ്ങോട്ടേക്ക് യൂട്യൂബിലും നമ്മൾ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സസ് തരും. സോ മറക്കണ്ട, അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ടും ഇതേപോലെ കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റഡി മെറ്റീരിയൽസ്, PYQ, ഡെയിലി ക്വസ്റ്റ്യൻസ് ഇതൊക്കെ കിട്ടാൻ വേണ്ടി വാട്സാപ്പ് കമ്മ്യൂണിറ്റിയും വാട്സാപ്പ് ചാനലും ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പം നിങ്ങളുടെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ നമ്മുടെ ക്ലാസ് 9 ഫാമിലിയിലുള്ള മക്കൾക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കമൻറ്റ് ബോക്സിൽ ഒരു ഓൾ ദി ബെസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ.